പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്നും വിട പറയാനിരിക്കുകയാണ്. ആരാധനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ധന്യമാക്കേണ്ട നിമിഷങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. റമദാൻ കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടും പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും വിജയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉടമയാകുന്ന അള്ളാഹുവിലേക്ക് അടിമയാകുന്ന നമ്മൾക്ക് അടുക്കാൻ വേണ്ടി പ്രത്യേകമായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള 10 കാര്യങ്ങൾ അല്ലാമാ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നാമതായി പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരിൽ മഅന, ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതുക. ഇനി അർത്ഥം അറിയില്ലെങ്കിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ദുഹാൻ, സൂറത്തു യാസീൻ എന്നീ സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. രണ്ടാമതായി പറയുന്നു അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. മൂന്നാമതായി പറയുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നാലാമതായി പറയുന്നു അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് നമ്മളുടെ മറ്റെല്ലാ സ്നേഹത്തേക്കാൾ മുന്നിൽ വെക്കേണ്ടത്. അഞ്ചാമത്തേത് അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. ആറാമത്തേത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും നാവ് കൊണ്ട് ശുക്ർ ചെയ്യുകയും ചെയ്യുക. ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം മനസ്സുകൊണ്ട് ചെറുതാവുക. എട്ടാമത്തേത് ഒരിടത്തെങ്കിലും നാം ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുക. ഒമ്പതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം. ഖൽബ് നന്നാവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും മഹാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. പത്താമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനും ഇടയിൽ തടസ്സമാകുന്ന എല്ലാം നീക്കിക്കളയണം. മഹാനവറുകളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.